നെക്സ്റ്റ് എന്ന് പറയുന്നത് മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ ആണ്. മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഡൊമെയിൻസ് എന്തൊക്കെയാണെന്ന് ഓർക്കുക. ഡൊമെയിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 4 ടൈപ്പ് ഓഫ് ഡൊമെയിൻസാണ് നമുക്കുള്ളത്. ഫൗണ്ടേഷൻ ഡൊമെയിൻ ഉണ്ട്, ആർക്കിടെക്ചർ ഡൊമെയിൻ ഉണ്ട്, ബിസിനസ് ഡൊമെയിൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഡൊമെയിൻ ഉണ്ട് അല്ലേ. അപ്പം ആദ്യം അത് ബേസിക്കായിട്ട് മനസ്സിലാവാം. അപ്പം മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എ ക്ലാസ് വിത്ത് മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ contains an element that directly encumbers the class with an extrinsic class of a different domain അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഒരു ക്ലാസ്സിൽ എപ്പോഴാണ് മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ വരിക? അപ്പോൾ ആ ക്ലാസ്സിലുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് വേറൊരു ഡൊമെയിനിലുള്ള വേറൊരു ക്ലാസ്സായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഡയറക്റ്റ്ലി എൻകുംബേഴ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാം. എൻകുംബറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലോ. ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൊഹിഷനാണ് നമ്മൾ മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ എന്ന് പറയുക. അപ്പം ഒരു ക്ലാസ്സിലുള്ള ഒരു എലമെൻറ്റ് അല്ലേ, ക്ലാസ് കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ് ഡയറക്റ്റ്ലി എൻകുംബേഴ്സ് ദ ക്ലാസ് വിത്ത് ആൻ എക്സ്ട്രിൻസിക് ക്ലാസ് ഓഫ് എ ഡിഫറെൻറ്റ് ഡൊമെയിൻ അല്ലേ. അപ്പം എന്താ ചെയ്യുന്നത്? ഒരു ക്ലാസ്സിലുള്ള ഒരു എലമെൻറ്റ് വേറൊരു ഡൊമെയിനിലുള്ള വേറൊരു എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സിനെ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻകുംബർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ എന്ന് പറയും. നമുക്കിവിടെ ഒരു ടേം പറയേണ്ടത് എക്സ്ട്രിൻസിക്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ 2 ഡെഫിനേഷനായിട്ട് പറയുന്നുണ്ട്. എക്സ്ട്രിൻസിക് എന്താണെന്നും പറയുന്നുണ്ട്, ഇൻട്രിൻസിക് എന്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രിൻസിക് നോക്കാം. The class B is extrinsic to A if A can be fully defined with no notion of B അല്ലേ. ബി എന്ന് പറയുന്നത് എൻ്റെ എക്സ്ട്രിൻസിക് എപ്പോഴാവുക? ഏനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഏനെ റിലേറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഏനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ബി ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ബി എന്ന് പറയുന്നത് എൻ്റെ എക്സ്ട്രിൻസിക് ആണ്. ഓക്കെ. ഇനി രണ്ടാമത്, ബി ഈസ് ഇൻട്രിൻസിക് ടു എ if B captures some characteristic inherent to A. അപ്പോൾ ബി എപ്പോഴാണ് ഇൻട്രിൻസിക് ആവുക? ബി എന്താ ചെയ്യുന്നത്? എൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ബിയിലേക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ടു എ ആയിരിക്കും. ഓക്കെ. അപ്പം ഇവിടെ ഉള്ള ക്ലാസ് എന്താണ്? എക്സ്ട്രിൻസിക് ക്ലാസ് ആയിരിക്കും. റിലേറ്റ് ചെയ്യാത്തൊരു ക്ലാസ്സുമായിട്ടാണ് വരണമെങ്കിലാണ് നമ്മൾ മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എക്സ്ട്രിൻസിക്കിന് ഇൻട്രിൻസിക്കിന് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇപ്പം പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ എലഫൻ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സും എലഫൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സും നമുക്ക് എക്സ്ട്രിൻസിക് ക്ലാസ്സസ് ആണെന്ന് പറയാം. കാരണം എലഫൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എലഫൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ആവശ്യമില്ല, ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എലഫൻറ്റും പേഴ്സണും എക്സ്ട്രിൻസിക് ആണെന്ന് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സും ഡേറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സും എടുക്കുക. ഇതിൽ നമുക്ക് പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് ഇൻട്രിൻസിക് ടു ഡേറ്റ് ആണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവാം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറയുന്ന ആട്രിബ്യൂട്ട്സ്. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്ത് ടൈപ്പ് ആട്രിബ്യൂട്ടാണ് വരിക? എന്ത് ക്ലാസ്സാണ് വരിക? ഡേറ്റ് ക്ലാസ്സിലാണല്ലോ വരിക. അപ്പം അതുകൊണ്ട് തന്നെ പേഴ്സൺ ആൻഡ് ഡേറ്റ് ആർ ഇൻട്രിൻസിക്, ദേ ആർ റിലേറ്റഡ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സഡ് ഡൊമെയിൻ കൊഹിഷനിൽ നമുക്ക് എന്തായിരിക്കും? ഒരു ക്ലാസ്സിലുള്ള എലമെൻറ്റ് എക്സ്ട്രിൻസിക് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിലേറ്റ് ചെയ്യുന്നത് ഓഫ് ഡിഫറെൻറ്റ് ഡൊമെയിൻ. അതാണ് നമുക്ക് വരുന്നത്. അപ്പം മിക്സഡ് ഡൊമെയിൻ കൊഹിഷന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കാം. നമുക്കിവിടെ ഒരു ക്ലാസ് ഉണ്ട്, റിയൽ എന്ന് പറഞ്ഞ ക്ലാസ്. നമുക്കറിയാം ഈ റിയൽ എന്ന് പറഞ്ഞ ക്ലാസ് ഫൗണ്ടേഷൻ ഡൊമെയിനിൽ വരുന്ന ഒരു ക്ലാസ് ആണ് അല്ലേ. റിയൽ, ഇൻറ്റീജർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ, ക്യാരക്ടർ, സ്ട്രിങ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഡൊമെയിനിൽ വരുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ റിയൽ എന്ന് പറഞ്ഞ ക്ലാസ് ഫൗണ്ടേഷൻ ഡൊമെയിനിലുള്ളൊരു ക്ലാസ്സാണ് കൺസിഡർ ചെയ്യുക. അതിനുള്ളിൽ ഇങ്ങനെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ആക്ടൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, ദെൻ റിയോമോ എക്യു ടെമ്പറേച്ചർ കൺവേർട്ട് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ യൂറോ എമൗണ്ട് മണി, യൂറോപ്യൻ മണീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട്. ദെൻ നമ്പർ ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സ് വിത്ത് ദിസ് ബാലൻസ്
ഒരു ബാങ്കിൻ്റെ ഒരു ഫീൽഡ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ക്ലാസ്സുകളുള്ള അല്ലേ, യാതൊരു റിലേഷനും വരാണ്ടുള്ള ഡിഫറെൻറ്റ് ക്ലാസ്സസിൽ വരുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സാണ് അല്ലേ. ആൻഡ് ഈ ക്ലാസ്സസ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ക്ലാസ്സസ് എന്ന് പറയുന്നത് അതൊക്കെ എന്തായിരിക്കും, എക്സ്ട്രിൻസിക് ആയിരിക്കാം അല്ലേ. സിമിലർലി ഈ റിയൽ എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഡൊമെയിനിലാണ്, ഫൗണ്ടേഷൻ ഡൊമെയിനിൽ വരുന്ന ക്ലാസ്സാണ്. ആൻഡ് ഈ കാണുന്ന ഓരോ ആട്രിബ്യൂട്ടും വരുന്നത് ബിസിനസ് ഡൊമെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് ആണ് അല്ലേ. ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗിളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് അല്ലേ. പിന്നെ റിയോമ ഇക്യു എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൺവേർഷനാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കെൽവിൻ ടു റിയോമർ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ ഫാരൻഹീറ്റ് സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യില്ല, അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. അടുത്തത് പറയുന്നത് മണി ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ടാണ്. അടുത്തത് പറഞ്ഞാൽ ബാങ്കുമായിട്ട്. എല്ലാം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സ് ആണ്. ആൻഡ് ഇവിടെ കാണുന്ന ഈ ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്ന് പറയുന്നത് ദേ ആർ ഓഫ് ബിസിനസ് ഡൊമെയിൻ അല്ലേ. ബിസിനസ് ഡൊമെയിനിലുള്ള എക്സ്ട്രിൻസിക് അല്ലേ, റിലേഷനൊന്നും ഇല്ലാത്ത എക്സ്ട്രിൻസിക് ക്ലാസ്സുകളിലുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് ആണിത്. ആൻഡ് റിയൽ എന്ന് പറയുന്നത് എന്താണ്, ഫൗണ്ടേഷൻ ഡൊമെയിനാണ്. അപ്പം ഈ റിയലിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് വരുമ്പോൾ നമുക്ക് ഇതിന് എന്ത് പറയാം, മിക്സഡ് ഡൊമെയിൻ കൊഹീഷൻ എന്ന് പറയാം. കാരണം ഇതൊരു ഡൊമെയിനാണ്, ഇവിടെ കാണുന്നതൊക്കെ വേറെ ഡിഫറെൻറ്റ് ഡൊമെയിൻസ് ആണ് അല്ലേ. ഇത് ഫൗണ്ടേഷൻ ഡൊമെയിനാണ്, ഇത് ബിസിനസ് ഡൊമെയിനാണ്. ഇതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനാണ് നമ്മൾ എന്ത് പറയുക, മിക്സഡ് ഡൊമെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു ഡൊമെയിനിലുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരിക്കും, അത് യൂസ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് ക്ലാസ്, ഇതുമായിട്ട് ഒരു റിലേഷനും ഉണ്ടാവില്ല. എക്സ്ട്രിൻസിക് ക്ലാസ് ഓഫ് ഡിഫറെൻറ്റ് ഡൊമെയിൻ, വേറൊരു ഡൊമെയിനിലുള്ള എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതിനാണ് നമ്മൾ മിക്സഡ് ഡൊമെയിൻ കൊഹീഷൻ എന്ന് പറയും. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ക്ലിയർ. പിന്നെ വരുന്നത് നമ്മളെ തേർഡ് പ്രോബ്ലം ആണ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ തന്നെയാണ്, അത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓരോ സെയിം സംഭവം തന്നെയാണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് പ്രോബ്ലം ആണ് മിക്സഡ് റോൾ കൊഹിഷൻ അല്ലേ. മിക്സഡ് റോൾ, അവിടെ റോളിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ. എ ക്ലാസ് C with mixed role cohesion contains an element that directly encumbers the class with an extrinsic class that lies in the same domain as C. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിലുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അതേ ഡൊമെയിനിൽ തന്നെയുള്ള വേറൊരു എക്സ്ട്രിൻസിക് ക്ലാസ്സുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മിക്സഡ് റോൾ കൊഹീഷൻ എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്പർ ഓഫ് ഡോഗ്സ് ഓൺഡ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാ അതിൻ്റെ ഒരു എക്സാമ്പിൾ. പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്പർ ഓഫ് ഡോഗ്സ് ഓൺഡ് അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ആണ് അല്ലേ. ഡോഗ്സ് എന്ന് പറയുന്നത് വേറൊരു പെർട്ടിക്കുലർ ക്ലാസ് ആണ്. ഇതിൽ പേഴ്സണും ഡോഗും തമ്മിൽ എക്സ്ട്രിൻസിക് ക്ലാസ്സസ് ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പേഴ്സണും എലഫൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് ആണ്. അതുപോലെ പേഴ്സണും ഡോഗ് എന്ന് പറയുന്നത് ദേ ആർ എക്സ്ട്രിൻസിക് ആണ്. ബട്ട് രണ്ടും എന്താണ്, രണ്ടും ഒരേ ഡൊമെയിനിലായിരിക്കും. ഇവിടെ ഈ പേഴ്സണും അതുപോലെ തന്നെ ഡോഗ്സ് ഒക്കെ വരുന്ന ഡൊമെയിൻ ഏതാണ്, ബിസിനസ് ഡൊമെയിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ എന്ത് പറയുക, മിക്സഡ് റോൾ കൊഹിഷൻ. അപ്പം ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു an extrinsic class of the same domain. എക്സ്ട്രിൻസിക് ക്ലാസ് ആയിരിക്കും പക്ഷേ ഓഫ് ദി സെയിം ഡൊമെയിൻ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, മിക്സഡ് റോൾ കൊഹിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. A famous example involves person and dogs. Let's say that we have a class person with an attribute number of dogs owned. ഇങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ. If the get operation for the attribute is a simple function, we would use Fred dot number of dogs owned to find out how many dogs are owned by an object Fred. അപ്പോൾ
പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, അതിലൊരു ആട്രിബ്യൂട്ടാണ് എന്ത്, നമ്പർ ഓഫ് ഡോഗ്സ് ഓൺഡ്. ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള ഒരു ഒബ്ജക്റ്റാണ് ഫ്രെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെഡ് ഡോട്ട് നമ്പർ ഓഫ് ഡോഗ്സ് ഓൺഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഈ ഫ്രെഡ് എന്ന് പറയുന്ന ആൾ എത്ര ഡോഗ്സിന് ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇതാണ് കിട്ടുക. ശരിയല്ലേ? ഓക്കെ, the person class doesn't have mixed instance cohesion because non-dog owning objects could simply return a value of 0. ഇവിടെ നമുക്ക് വേറെ മിക്സഡ് ഇൻസ്റ്റൻസ് ഒന്നും വരില്ല. നേരത്തെ പറഞ്ഞ പോലെ നോട്ട് അപ്ലിക്കബിൾ ഒന്നും വരില്ല. കാരണം ഇൻ കേസ് ഏതെങ്കിലും ആൾക്കാർ ഡോഗ്സിന് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 0, നോട്ട് അപ്ലിക്കബിൾ എന്ന് ഓർക്കുന്ന ആവശ്യമില്ല, 0. നമ്പർ ഓഫ് ഡോഗ്സ് ഓൺ എന്ന് 0 എന്ന് എഴുതാം. അപ്പോൾ അവിടെ മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷൻ വരുന്നില്ല. And it doesn't have mixed domain cohesion because person and dog are both in the business domain. ഇവിടെ മിക്സഡ് ഡൊമെയിനും വരുന്നില്ല. കാരണം പേഴ്സൺ എന്ന് പറഞ്ഞാലും ഡോഗ് എന്ന് പറയുന്നതൊക്കെ എന്തിൽ വരുന്നതാണ്, നമ്മുടെ ബിസിനസ് ഡൊമെയിനിൽ വരുന്ന രണ്ട് ക്ലാസ്സുകളാണ്. ബട്ട് ഇറ്റ് ഡസ് ഹാവ് മിക്സഡ് റോൾ കൊഹീഷൻ ബിക്കോസ് പേഴ്സൺ ആൻഡ് ഡോഗ് ആർ ഡിസ്റ്റിങ് കൺസെപ്റ്റ് എക്സ്ട്രിൻസിക് ടു ഈച്ച് അതർ. പക്ഷേ ഇവിടെ വരുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്, മിക്സഡ് റോൾ കൊഹീഷൻ ആണ്. പേഴ്സണും ഡോഗ് എന്ന് പറഞ്ഞ രണ്ട് ക്ലാസ്സുകളാണ് റിലേറ്റ് ചെയ്യുന്നത്. ബട്ട് പേഴ്സൺ എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റാണ്, ഡോഗ് എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റാണ്. രണ്ടും എക്സ്ട്രിൻസിക് ക്ലാസ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എക്സാമ്പിളിൽ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മിക്സഡ് റോൾ കൊഹിഷൻ എന്ന് പറയുന്ന പ്രോബ്ലമാണ്. ക്ലിയർ ആയോ? അതേപോലെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമുക്കിവിടെ കാണാം. പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ നമ്പർ ഓഫ് കാർസ് ഓൺഡ്. അപ്പം എന്തായിട്ട് റിലേഷൻ, പേഴ്സണും കാറും. പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സും കാർ എന്ന് പറഞ്ഞ ക്ലാസ്സും രണ്ടും എന്തിൽ വരുന്നതാണ്, ബിസിനസ് ഡൊമൈനിൽ വരുന്നതാണ്. പക്ഷേ അവിടുത്തെ റോള് ഡിഫറെൻ്റ് അല്ലേ, ഒന്ന് പേഴ്സൺ ആണ്, ഒന്ന് കാറാണ്. അതുപോലെ നമ്പർ ഓഫ് ബോർഡ്സ് ഓൺ, നമ്പർ ഓഫ് ക്യാറ്റ്സ്, ഇതൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് മിക്സഡ് റോൾ കൊഹീഷനിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയോ? അപ്പം ഇതാണ് നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസ് കൊഹിഷനിൽ വരുന്ന പ്രോബ്ലംസ്. മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷൻ, മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ ആൻഡ് മിക്സഡ് റോൾ കൊഹിഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.